ഒരുപാട് നാളായി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് ട്രാൻസ്ഫർ നീക്കങ്ങളിലാണെങ്കിലും ക്ലബിൻ്റെ മറ്റു പല കാര്യങ്ങളിലാണെങ്കിലും വലിയൊരു നിശബ്ദത തന്നെയായിരുന്നു കുറേ നാളായിട്ട് പുലർത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരാഴ്ചയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണമാണ് ഒക്ടോബർ 7-ാം തീയതി, അതായത് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രീ സീസൺ ട്രെയിനിങ് ആരംഭിക്കുന്ന ഒരു കാഴ്ചയും പിന്നീട് ഇതിന് പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ, അതായത് നമുക്കെല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ 3 വിദേശ താരങ്ങളുടെ സ്ലോട്ട് ഫില്ലപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ലോട്ട് ഫില്ലപ്പ് ചെയ്യുവാനായിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലേക്ക് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോൾഡോ ഒബേറ്റയുടെ സൈനിങ് ആയിരുന്നുവെങ്കിൽ വിത്തിൻ ഡേയ്സിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത വിദേശ താരത്തിൻ്റെ, അതായത് 2024-25 സീസണിന് ശേഷം, അതായത് ഇനി വരുവാനായിട്ട് പോകുന്ന 2025-26 സീസണിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ISLൻ്റെ ആണെങ്കിലും സൂപ്പർ കപ്പിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഇക്കുറി ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അടുത്ത വിദേശ താരത്തിൻ്റെ കൂടി സൈനിങ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ടീമിൽ ഇനി ഒരു വിദേശ താരത്തിൻ്റെ അഭാവം മാത്രമേ ഉള്ളൂ. ഉറപ്പായിട്ടും ആ ഒരു സ്ലോട്ടും കൂടി വളരെ പെട്ടെന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫില്ലപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് തോന്നുന്നത്. കാരണം സൂപ്പർ കപ്പ് ആരംഭിക്കുവാനായിട്ട് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിൽ പല കാര്യങ്ങളും വളരെയധികം ഫാസ്റ്റായിട്ട് തന്നെയാണ് നടക്കുന്നത്. ക്ലബ്ബിലെ സൈനിങ് ആവട്ടെ, താരങ്ങളുടെ സൈനിങ് ആവട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെയധികം ഫാസ്റ്റായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് അനൗൺസ് ചെയ്തിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ്ങിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബ്ലാസ്റ്റേഴ്സ് നിലവിൽ സൈൻ ചെയ്തിരിക്കുന്നത് പോർച്ചുഗീസ് സ്ട്രൈക്കറായിട്ടുള്ള തിയാഗോ ആൽവസിൻ്റെ സൈനിങ് ആണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് തിയാഗോ അലസാൻഡർ മെൻഡസ് ആൽവസ് എന്നാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 29 വയസ്സ് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രായം. ഇദ്ദേഹം കളിച്ചിട്ടുള്ളത് കൂടുതലും പോർച്ചുഗീസ് ലീഗുകളിലാണ്, അതായത് പോർച്ചുഗീസ് ഫുട്ബോളിലാണ് ഇദ്ദേഹം കളിച്ച് വളർന്നിട്ടുണ്ടായിരുന്നത്. അതായത് സ്പോർട്ടിംഗ് ലിസ്ബണിൻ്റെ അക്കാഡമിയിലൂടെ കടന്നു വന്നത്, യൂത്ത് അക്കാഡമിയിലൂടെ കടന്നു വന്ന് പിന്നീട് പോർച്ചുഗലിലെ പല ക്ലബ്ബുകൾക്ക് വേണ്ടിയും അതിനുശേഷം ജപ്പാൻ തുടങ്ങിയ ഏഷ്യൻ ലീഗുകളിലേക്ക് വരികയും ജെ ലീഗ്, അതായത് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ടൂർണമെൻ്റ് ആയിട്ടുള്ള ജെ ലീഗിൽ ഇദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനാൽ തന്നെ 29 വയസ്സ് മാത്രം പ്രായമുള്ള ലെഫ്റ്റ് വിങ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആൻഡ് സെൻറ്റർ ഫോർവേഡ് എന്നീ 3 പൊസിഷനിലും ബ്ലാസ്റ്റേഴ്സിന് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു മികച്ച താരം തന്നെയാണ് തിയാഗോ ആൽവസ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ സൈനിങ്ങോടുകൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ വളരെ മികച്ച മാറ്റങ്ങൾ തന്നെയാണ് നിലവിൽ വന്നിട്ടുള്ളത്. പോരാത്തതിന് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുമായിട്ട് ഗോവയിൽ വെച്ചുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം നിലവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീ സീസൺ ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഇദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും കൂടി നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സൈനിങ് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിൽ ഗുണം ചെയ്യുമെന്നൊരു കാര്യം എടുത്ത് പറയേണ്ടതാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ഒരു ടീമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിദേശ താരങ്ങളൊക്കെ തന്നെ നല്ല ക്വാളിഫൈഡ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള താരങ്ങളാണ് എന്ന് എടുത്ത് പറയേണ്ടതാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് നിരയാണെങ്കിൽ പോലും വളരെ മികച്ച ഒരു സ്ട്രോങ് എബിലിറ്റി ഉള്ള അറ്റാക്കിംഗ് നിര തന്നെയാണ്. അതായത് കണ്ണിങ് ആയിട്ടുള്ള, അതായത് നല്ല പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് പൊട്ടൻഷ്യലുള്ള ഒരു അറ്റാക്കിംഗ് നിര തന്നെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉള്ളത്. കോൾഡോ ഒബേറ്റ ആണെങ്കിലും തിയാഗോ ആൽവസ് ആണെങ്കിലും, ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ പോൾ സീസണിലെ മികച്ച താരമായിട്ടുള്ള നോഹ സദോയി ആണെങ്കിലും, പിന്നീട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള അഡ്രിയാൻ ലൂണ ആണെങ്കിലും ഒക്കെ തന്നെ വളരെ ചേർന്നിട്ടുള്ളൊരു മികച്ച അറ്റാക്കിംഗ് നിര തന്നെ ബ്ലാസ്റ്റേഴ്സിനുണ്ട്. ഇനി ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ള ഒരു വിദേശ താരത്തിൻ്റെ സ്ലോട്ട് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കുക ഒരു ഡിഫൻഡറിനെ കൂടി സൈൻ ചെയ്യുവാനായിട്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാനിങ് എന്നായിരിക്കാം തോന്നുന്നത്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചായിട്ടുള്ള ഡേവിഡ് കെറ്റാലയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുവാനായിട്ട് പോകുന്ന രണ്ടാമത്തെ ടൂർണമെൻ്റ് ആയിട്ടുള്ള ഈ ഒരു സൂപ്പർ കപ്പ്, ആദ്യത്തെ ടൂർണമെൻറ്റ് സൂപ്പർ കപ്പായിരുന്നു, രണ്ടാമത്തെ ടൂർണമെൻറ്റും സൂപ്പർ കപ്പ് തന്നെയാണ്. സോ ഈ ഒരു സൂപ്പർ കപ്പ് വിജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പല മികച്ച ഡിസിഷനും നിലവിൽ ടീമിൽ എടുക്കുന്നത്.